ഈ ചോദ്യം എനിക്ക് ലിസ്റ്റിനോടൊന്ന് ചോദിച്ചു കൊടുക്കണം. രണ്ട് നമ്പർ കാണാൻ തരാം. I think his meeting him itself right now, down to earth, humble ആണ്. So I think that itself I'm picking it from him. മലയാള സിനിമയിൽ ഒരുപാട് സംഘടനകളുണ്ട്. ഇപ്പോൾ തിരക്കഥാകൃത്തുക്കും നടന്മാർക്കും ഡയറക്ടേഴ്സിനടക്കം സംഘടനകളുണ്ട്. ഈ നടനും ഈ പ്രൊഡ്യൂസറുമായിട്ടുള്ള പ്രശ്നങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പേഴ്സണലി ജനങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈടായിട്ട് തന്നെ ലിസ്റ്റിൻ ചീഫ് എന്ന പ്രൊഡ്യൂസർ ഒരു വേദി വെച്ചിട്ട് ഒരു നടൻ്റെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു നടനെ പറ്റി ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ഇതിനൊരു തിരികൊളുത്തിയിരിക്കാന്ന രീതി പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് അറിയേണ്ട ഒരു ആവശ്യമില്ല. അത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ജനങ്ങളെ അറിയിച്ച് അത് വലിയ പ്രശ്നമാക്കുന്നു. 2-3 ചാനലുകൾ അല്ലെങ്കിൽ കേരളം മൊത്തം ആരാണ് ഈ നടൻ എന്ന രീതിയിൽ ചർച്ചയാകുന്നു. അങ്ങനെ ആവശ്യമുണ്ടോ വിചാരിക്കുന്നുണ്ടോ വേദിയിൽ? ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സാന്ദ്ര തോമസ് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇയാൾക്ക് മലയാള സിനിമ ഭരിക്കണം എന്നുള്ള ഒരു ചൊയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ധാരണയിലാണ് ഈ രീതിയിൽ പറയുന്നത് എന്ന രീതിയിലാണ് സാന്ദ്ര പറഞ്ഞിട്ടുണ്ടായത്. എന്താണ് ഹരീഷ് ചേട്ടന് പറയാനുള്ളത്? ആ പ്രത്യേക വിഷയത്തെ കുറിച്ച് എനിക്കറിയില്ല. ആ പ്രത്യേക വിഷയം എന്താണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണ. ഞാനും നിങ്ങളെ പോലെ തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നുണ്ട്. അതാണോ ശരി, അതല്ലാത്തതാണോ ശരി ഒന്നും നമുക്കറിയാം. എനിക്ക് പ്രത്യേക വിഷയത്തെ കുറിച്ച് ഒന്നും അറിയില്ല. എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ വന്ന് പറയാൻ കാരണം? അപ്പൊ അദ്ദേഹം ചോദിച്ചതുപോലെ അവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണോ, അവിടെ കോംപ്രമൈസ് ആവാത്തത് കൊണ്ട് ഒന്നും പറഞ്ഞാണോ, എന്താണ് വിഷയം എന്ന് എനിക്കറിയില്ല. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിഷയം എന്തിനാണ് ജനങ്ങളെ അറിയിക്കേണ്ടത് എന്നാണ് പലരും ചോദിക്കുന്നത്. ഈ ചോദ്യം എനിക്ക് ലിസ്റ്റിനോടൊന്ന് ചോദിച്ചു കൊടുക്കണം. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. രണ്ട് നമ്പർ കാണാൻ തരാം. മൂന്നാമത്തെ തമിഴ് ചിത്രമാണ്. അപ്പം പല ലാംഗ്വേജിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പല ആർട്ടിസ്റ്റുകളുമായിട്ട് അഭിനയിക്കുമ്പോൾ ഓരോ ലെസൺസ് ആണ്. ഇപ്പോൾ യോഗി ബാബു സാറായാലും ഹരീഷ് ചേട്ടനായാലും ഒരു വലിയ വലിയ ലെജൻസുകൾ അവരോടൊക്കെ അഭിനയിക്കുമ്പോൾ ഹരീഷ് ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഉണ്ടായ ഒരു ലെസൺ എന്തായിരിക്കും, പഠിച്ചൊരു പാഠം എന്തായിരിക്കും? Honestly, സാറിൻ്റെ കൂടെ ഞാൻ ആക്ച്വലി ഇന്ന മൂവിയില് എനിക്ക് കോമ്പിനേഷൻസ് ഇല്ല. ഇപ്പോൾ ആണ് സാറിനെ മീറ്റ് ആവുന്നത്. ബട്ട് I think his meeting him itself right now, down to earth, humble ആണ്. So I think that itself I'm picking it from him. Looking forward to working with you actually, especially in Telugu film, because sir ipo ettu kudal Telugu also ചെയ്യുന്നുണ്ട്. So but any language, ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ മുമ്പ്, like with every actor in this film there's always something to learn. നമ്മളുടെ ഉള്ള അത് ദാറ്റ് യു കാൻ ജസ്റ്റ് കം ആൻഡ് ബി ലൈക്ക് നമ്മളുടെ വർക്ക് ചെയ്തിട്ട് പോവും, അങ്ങനെയൊക്കെ ഇറ്റ് ഡസൻറ്റ് വർക്ക് ലൈക്ക് ദാറ്റ്. ജസ്റ്റ് ടു ബി ഓൺ സെറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് ഹൈ. ലൈക്ക് അതൊരു വലിയ ബ്ലെസ്സിങ് ആണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. സോ ഐ ലുക്ക് ഫോർവേഡ് ടു ദാറ്റ്. ഇപ്പോൾ ഇറ്റ് ഡീഡ് നോട്ട് ബി ലൈക്ക് വലിയ സീന, ബിഗ് സീന, ചിന്ന സീന, യുനോ, ആൻഡ് സീൻ മാത്രം. ലൈക്ക് ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് വർക്ക്. ലൈക്ക് അതിൻ്റെ മുമ്പ് ഐ വാസ് ജസ്റ്റ് ടെല്ലിങ് someone, for instance യോഗി ബാബുജി കൂടെ first shot, sir, I think and the first shot was somewhere during midnight, and I think njan tired ayipoyi, but when I saw him for the first time, from morning ravale okke thodangi he was working till midnight, but he came with so much energy. njan adu kanditte even I got motivated, so I think learning also endana, you don't come today I'm going to learn this. Simple things also, like will make a huge difference. So yeah, I think movie that was the thing with all my co-actors. So yeah, I don't know.